എന്തോടെ തോള് കരിച്ചിരിക്കുന്നേ? ഏതാ ഈ പുതുമുഖം? പുതുമുഖം അല്ല, നായകൻ. നായകനോ? അതെ, ഈ കഥയിലെ നായകൻ. ചേട്ടൻ ഈ വളി വിടാത്ത കൊക്കിന്റെ ഇവിടെ അറിയും. എന്തൊട്ട് വൃത്തിയോടൊക്കെയാണ് ഒരു സദസ്സിലിരുന്ന് പറയണത്. നമ്മുടെ സൂര്യയുടെ ചെറുക്കനെ അഭിനയിച്ച സിനിമ കണ്ടായിരുന്നോ? അഖിൽ NRD അദ്ദേഹമാണ് കൂട്ടത്തിലെ കൊമ്പൻ. അയ്യോ എന്റെ മാഡം സാറ് കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. പക്ഷെ അഖിൽ NRD എന്റെ പൊന്നോ അസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീനിൽ നോക്കാൻ തോന്നൂല. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്ര. തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തി കീറുക. അഖിൽ NRDയുടെ ചില ചേഷ്ടകള് എന്റെ പൊന്നോ. അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞതാ. പക്ഷെ കിച്ചന്റെ പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. പയ്യന്മാര് കുഴപ്പമില്ല, എന്നാലും ഉറങ്ങി തള്ളി. കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. പടം പോക്ക നമ്മുടെ സ്ഥിരം പരിപാടിയെ രക്ഷയുള്ളൂ എന്നാ തോന്നുന്നേ. ആ പൊങ്കൽ ചാലയിലെ പിള്ളേർക്ക് ഓരോ പൈന്റും ഫ്രീ ടിക്കറ്റും കൊടുക്കാൻ വിളിച്ചു പറ. കോമഡിയാണ്, അടിപൊളി എന്ന് പറയാൻ പറ്റും. പേടിക്കാനുണ്ട്, പക്ഷെ ചിരിക്കാനും. ആൾക്കാരൊക്കെ ചിരിക്കണ്ടോ? ചിരിച്ച് കളിയാക്കി ചിരിച്ചോണം. എന്തോടെ തോള് കരിച്ചിരിക്കുന്നേ? അല്ല, എല്ലാരും പറയുന്നത് നമ്മുടെ പടത്തിന്റെ സ്ക്രിപ്റ്റും DOPയും ഡയറക്ഷനും സോങ്ങും ഒക്കെ ഞാൻ തന്നെ ചെയ്തെന്നാ. അപ്പൊ എല്ലാം കൂടെ ഷോൾഡർ ചെയ്തിട്ട് എന്റെ ഷോൾഡർ ഒന്ന് ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. അഭിനയിക്കാൻ അറിയില്ല, നിന്റെ ആക്ടിങ് തീരെ ശരിയായില്ല, പ്രത്യേകിച്ച് ശോകാഭിനയം തീരെ പോരാ. അല്ലെങ്കിൽ അങ്ങനെ ട്രെയിൻ ചെയ്ത് അത്രയും ആക്ടിങ് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്ത് ഇങ്ങോട്ട് പോന്ന്. അല്ല, ആക്ടിംഗ് വർക്ക്ഷോപ്പിന് ആര് പറഞ്ഞെന്ന്? അല്ല, ഈ ടൈപ്പ് തമാശയൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ നിന്റെ TV സീരിയലിൽ തന്നെ കാച്ചിയാൽ മതി. അവിടെ വളി വിടുന്ന സൗണ്ട് വിടുക ഒരു തിയേറ്ററിനകത്ത്. ചേട്ടൻ ഈ വളി വിടാത്ത കൊക്കിന്റെ ഇവിടെ അറിയൂ. ഇതിന് അങ്ങോട്ടേക്ക് കയറി കൊടുക്കാനോ? കേറി കൊടുക്കാല്ലേ, ഞാൻ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാ. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ മലയാളത്തില് ഈ റീൽസ് ചെയ്യുന്ന ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അഭിനയിക്കുന്നത്. ഈ ഡയറക്ടറിന് വേണ്ട ക്യാരക്ടറും എന്റെ റീലിലെ ക്യാരക്ടർ സെയിം ആയിട്ട് അത് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ. പോടാ, നീ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ പോടാ. ആരെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു. എടാ, വാസന വേണം. തേനുള്ള പൂക്കളെ തേനീച്ച തേടി വരും. വളരെ ചെറിയ ബഡ്ജറ്റുള്ള പടമാണ്. ഒന്ന് പിരിഞ്ഞു പോവാ എന്റെ മാഷെ, സമയം കുറെ ആയില്ലേ? അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.